നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഷാഫ്റ്റ് കീസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് കീ, എന്താണ് അതിന്റെ ഫങ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ്, സ്ട്രെങ്ത് ഓഫ് കീ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെഷീൻ എലിമെന്റ് ആയിരിക്കും കീ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കീ? ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ മറ്റ് റൊട്ടേറ്റിംഗ് എലിമെന്റ്സ്, അതായത് ഗിയർ, പുള്ളി പോലെയുള്ള മറ്റ് റൊട്ടേറ്റിംഗ് എലിമെന്റ്സിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എലിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റിന്റെ മേലിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റൽ പീസ് ആണ് എന്ത്? കീ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ മറ്റ് റൊട്ടേറ്റിംഗ് എലിമെന്റ്സിലേക്ക്, അതായത് അതിന് നമുക്ക് എന്ത് പറയാം? ഹബ് എന്ന് പറയാം. ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ ഹബിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എലിമെന്റ് ആണ് എന്ത്? കീ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കീസിന്റെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ്? ഒന്ന്, ട്രാൻസ്മിറ്റ് ടോർക്ക് ഫ്രം ഷാഫ്റ്റ് ടു ഹബ്. ടോർക്ക് ഷാഫ്റ്റിൽ നിന്ന് ഹബിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, പ്രിവെന്റ് റിലേറ്റീവ് റൊട്ടേഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ഹബ്. ഹബിന്റെയും ഷാഫ്റ്റിന്റെ ഇടയിൽ റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്ത് അതൊരു സിംഗിൾ യൂണിറ്റ് പോലെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ത്? സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി നമ്മൾ കീ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിലും ഹബിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോട്ടുകളെയാണ് നമ്മൾ കീവേ എന്ന് പറയുന്നത്. കീ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിലും ഹബിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോട്ടുകളാണ് എന്ത്? കീവേ. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ്, കീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. സങ്ക് കീ, സാഡിൽ കീ, ടാൻജന്റ് കീ, റൗണ്ട് കീ, സ്പ്ലൈൻസ്. കീസിനെ നമ്മൾ വീണ്ടും ഇത്രയും ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സങ്ക് കീ. സങ്ക് കീയെ നമ്മൾ വീണ്ടും റെക്ടാങ്കുലർ സങ്ക് കീ, സ്ക്വയർ സങ്ക് കീ, പാരലൽ സങ്ക് കീ, ഗിബ് ഹെഡ് കീ, ഫെദർ കീ, വുഡ്റഫ് കീ, ഇത്രയായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എല്ലാ ടൈപ്പ് കീസിനെ പറ്റിയും പഠിക്കണം. ഈ ഓരോ ടൈപ്പിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കീ, സങ്ക് കീ. സങ്ക് കീ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സങ്ക് കീ എന്ന് പറയുന്നത് പകുതി ഷാഫ്റ്റിന്റെ കീവേയിലും പകുതി ഹബിന്റെ കീവേയിലുമായിട്ട് റെസ്റ്റ് ചെയ്യുന്ന കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ്ക് കീ എന്ന് പറയുന്നത്. സങ്ക് കീ പകുതി അക്കോമഡേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഷാഫ്റ്റിന്റെ കീവേയിലായിരിക്കും. ബാക്കി പകുതി അക്കോമഡേറ്റ് ചെയ്യുന്നത് ഹബിന്റെ കീവേയിലായിരിക്കും. ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിൽ സാധാരണ യൂസ് ചെയ്യുന്നത് സങ്ക് കീ ആണ്. അതുപോലെ സങ്ക് കീയിൽ പകുതി ഷാഫ്റ്റിലും പകുതി ഹബിലും ആയതുകൊണ്ട് തന്നെ ഹബ് ഷാഫ്റ്റിന് അറൗണ്ട് ആയിട്ട് സ്ലിപ്പ് ചെയ്യില്ല. നോ പോസിബിലിറ്റി ടു സ്ലിപ്പ് അറൗണ്ട് ദ ഷാഫ്റ്റ്. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സങ്ക് കീസ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സങ്ക് കീ. അതിൽ ഫസ്റ്റ് വൺ, റെക്ടാങ്കുലർ സങ്ക് കീ. റെക്ടാങ്കുലർ സങ്ക് കീ എന്ന് പറയുമ്പോൾ സങ്ക് കീയുടെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കിൾ ആയിരിക്കും. കീയുടെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ കുറച്ച് ഡയമെൻഷൻസ് മനസ്സിലാക്കാനുണ്ട്. അതിൽ ഈ റെക്ടാങ്കുലർ സങ്ക് കീയുടെ വിഡ്ത്ത് W, T തിക്നെസ്സും ആണെങ്കിൽ വിഡ്ത്തിന്റെ വാല്യൂ W = D/4 ആയിരിക്കും. വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും. കീയുടെ വിഡ്ത്ത് 1/4 ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും. അതുപോലെ തിക്നെസ് ഓഫ് കീ എന്ന് പറയുന്നത് 2/3 വിഡ്ത്ത് ആയിരിക്കും. 2/3 വിഡ്ത്ത് അല്ലെങ്കിൽ 1/6 ടൈംസ് ഷാഫ്റ്റ് ഡയമീറ്റർ. 2/3 വിഡ്ത്ത് അല്ലെങ്കിൽ 1/6 ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും തിക്നെസ് ഓഫ് കീ എന്ന് പറയുന്നത്. ഈ രണ്ട് വാല്യൂസും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ. റെക്ടാങ്കുലർ കീയുടെ കേസിലായാലും സ്ക്വയർ കീയുടെ കേസിലായാലും കീയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ 1/100 ആണ്. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ എത്രയാണ്? 1/100. എന്താ മീൻ ചെയ്യുന്നത് 1/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിൽ 100 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അവിടെ തിക്നെസ്സിൽ 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. കീയുടെ ഒരു സൈഡിൽ 5 mm ആണെന്ന് വിചാരിക്കുക. ഇനി അവിടെ ഒരു 100 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ, 100 യൂണിറ്റ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ നെക്സ്റ്റ് സൈഡിൽ അതിന്റെ തിക്നെസ് എത്രയായിരിക്കും? 4 mm ആയിരിക്കും. തിക്നെസ് 4 mm ആയിരിക്കും. അതായത് 1 യൂണിറ്റ് അവിടെ ഡിഫറൻസ് വരും. അങ്ങനെയുള്ള ടേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1/100 എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു പോയിന്റ്, ഈ ടേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കീയുടെ ടോപ്പ് സൈഡിൽ മാത്രമായിരിക്കും. ടോപ്പ് സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഹബിന്റെ സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷാഫ്റ്റിന്റെ സൈഡിൽ കീ എന്തായിരിക്കും? പാരലൽ ടു ഷാഫ്റ്റ് ആക്സിസ് ആയിരിക്കും. ഓർത്ത് വെക്കണം, ടേപ്പർ 1/100 ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ടോപ്പ് സൈഡ് ഓൺലി ആണ്. നെക്സ്റ്റ് ടൈപ്പ് സങ്ക് കീ സ്ക്വയർ സങ്ക് കീ.
സ്ക്വയർ സംഖ്യ കീയുടെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. അതിന്റെ വിഡ്ത്തും തിക്നെസ്സും ഈക്വൽ ആയിരിക്കും. സ്ക്വയർ സംഖ്യ കീയുടെ വിഡ്ത്തും തിക്നെസ്സും ഈക്വൽ ആയിരിക്കും. അത് 1/4 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആയിരിക്കും. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു തിക്നെസ് ഈസ് ഈക്വൽ ടു 1/4 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. നെക്സ്റ്റ് വൺ പാരലൽ സംഖ്യ കീ. പാരലൽ സംഖ്യ കീ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള കീ തന്നെയാണ്. പക്ഷേ അതിന്റെ ത്രൂ ഔട്ട് ലെങ്ത് വിഡ്ത്തും തിക്നെസ്സും യൂണിഫോം ആയിരിക്കും. യൂണിഫോം വിഡ്ത്ത് ആൻഡ് തിക്നെസ് ത്രൂ ഔട്ട് ദ ലെങ്ത്. അതായത് പേപ്പർലെസ് ആയിട്ടുള്ള റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സംഖ്യ കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ സംഖ്യ കീ എന്ന് പറയുന്നത്. പാരലൽ സംഖ്യ കീ പേപ്പർലെസ് ആണ് എന്ന് ഓർത്തു വെക്കണം. പാരലൽ സംഖ്യ കീയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ടേപ്പർ പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ തിക്നെസ്സും വിഡ്ത്തും യൂണിഫോം ആണ്. സാധാരണ പാരലൽ സംഖ്യ കീ പ്രൊവൈഡ് ചെയ്യുന്നത് മീറ്റിംഗ് പീസുകൾ തമ്മിൽ ഷാഫ്റ്റിന് അലോങ് ആയിട്ട് ചെറുതായിട്ട് സ്ലൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് പാരലൽ സംഖ്യ കീ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് സംഖ്യ കീ ഗിബ് ഹെഡ് സംഖ്യ കീ. ഗിബ് ഹെഡ് കീസ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സംഖ്യ കീ വിത്ത് ഹെഡ് അറ്റ് വൺ എൻഡ്. ഒരെൻഡിൽ ഒരു ഹെഡ് ഷേപ്പ് ഉള്ള റെക്ടാങ്കുലർ സംഖ്യ കീനെയാണ് നമ്മൾ ഗിബ് ഹെഡ് സംഖ്യ കീ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരെൻഡിൽ എന്തുണ്ടാവും? ഒരു ഹെഡ് ഷേപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കീ റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കീ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഹെഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ ഡയമെൻഷൻസ് റെക്ടാങ്കുലർ സംഖ്യ കീയുമായിട്ട് സെയിം ആണ്. അതായത് വിഡ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1/4 ടൈം ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ D/4 ആണ് വിഡ്ത്ത്. അതുപോലെ തിക്നെസ് അറ്റ് ലാർജ് എൻഡ് എത്രയാണ്? D/6 തന്നെയാണ്. റെക്ടാങ്കുലർ സംഖ്യ കീയുടെ സെയിം ഡയമെൻഷൻസ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് സംഖ്യ കീ ഫെദർ കീ. ഫെദർ കീ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ, ടേണിംഗ് മൊമെന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് കീ ആണ്. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്പെഷ്യൽ പാരലൽ കീസിനെയാണ് നമ്മൾ ഫെദർ കീ എന്ന് പറയുന്നത്. ഈ ഫെദർ കീ ഒന്നുകിൽ ഷാഫ്റ്റുമായിട്ട് സെറ്റ് സ്ക്രൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് എൻഡിലും ഗിബ് ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ട് ഹബ്ബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഫെദർ കീ ഒന്നുകിൽ ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗിബുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യും. അപ്പൊ ഫെദർ കീയുടെ കേസിൽ ഇത്രയും ഓർത്ത് വെക്കണ്ടു. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് കീ ആണെന്ത്? ഫെദർ കീ. അടുത്ത ടൈപ്പ് സംഖ്യ കീ വുഡ്രഫ് കീ. വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് കീ ആണ്, എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുള്ളതാണ്. ഇതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് തന്നെയാണ്. യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ഷേപ്പ് ആണ് വുഡ്രഫ് കീക്ക്. യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ഷേപ്പ്. ഇതിന്റെ ഈ സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ആവുന്നത് ഷാഫ്റ്റിന്റെ കീവേയിലാണ്. സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ആവുന്നത് ഷാഫ്റ്റിന്റെ കീവേയിലാണെന്ന് ഓർത്ത് വെക്കണം. ഹബിന്റെ സൈഡ് ഫ്ലാറ്റ് തന്നെയാണ്. അതുപോലെ ഇവിടെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ടേപ്പേർഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കീസ് ആണ് വുഡ്രഫ് കീസ്. അതായത് ഇതിന് ആ സെമി സർക്കുലർ പോർഷനിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടേപ്പേർഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കീസ് ആണ് എന്ത്? വുഡ്രഫ് കീ. അതുപോലെ ഷാഫ്റ്റും ഹബും തമ്മിൽ ഒരു റേഡിയൽ മൂവ്മെന്റ് ആണ് വുഡ്രഫ് കീ പെർമിറ്റ് ചെയ്യുന്നത്. ഷാഫ്റ്റും ഹബും തമ്മിൽ റേഡിയൽ മൂവ്മെന്റ് ആണ് പെർമിറ്റ് ചെയ്യുന്നത്. ഇവിടെ ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്നില്ല. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷാഫ്റ്റും ഹബും തമ്മിൽ റേഡിയൽ മൂവ്മെന്റ് ആണ് വുഡ്രഫ് കീ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസിലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കീ ആണ് വുഡ്രഫ് കീ. മെഷീൻ ടൂൾസിലും ഓട്ടോമൊബൈൽസിലും ഒക്കെയാണ് കൂടുതലായിട്ട് വുഡ്രഫ് കീ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വുഡ്രഫ് കീയിൽ ഓർത്ത് വെക്കാനുള്ളത്. ഒന്ന്, അതിന്റെ ഷേപ്പ് യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ആണ്. അതുപോലെ ടാപ്പേർഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കീസ് ആണ് വുഡ്രഫ് കീ. അതുപോലെ വുഡ്രഫ് കീ പ്രൊവൈഡ് ചെയ്യുന്നത് ഷാഫ്റ്റും ഹബും തമ്മിൽ ഒരു റേഡിയൽ മൂവ്മെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ വുഡ്രഫ് കീയുടെ കേസിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് കീ സാഡിൽ കീസ്. നമുക്കറിയാം സംഖ്യ കീയുടെ കേസിൽ കീയുടെ ഒരു ഹാഫ് ഷാഫ്റ്റിന്റെ കീവേയിലും നെക്സ്റ്റ് ഹാഫ് ഹബിന്റെ കീവേയിലും ആയിരിക്കും. ഇവിടെ ഈ സാഡിൽ കീസിന്റെ കേസിൽ ഹബിൽ മാത്രമാണ് കീവേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹബിന്റെ സൈഡിൽ മാത്രമാണ് കീവേയിൽ ഇൻസേർട്ട് ആയിട്ടിരിക്കുന്നത്. ഷാഫ്റ്റിന്റെ സൈഡിൽ ഷാഫ്റ്റിന്റെ ഫ്ലാറ്റ് സർഫസിൽ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഹബിലാണ് കീ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഷാഫ്റ്റിന്റെ സൈഡിൽ ഷാഫ്റ്റിന്റെ ഫ്രീ സർഫസിൽ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. ഷാഫ്റ്റും കീയും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സാഡിൽ കീസിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത് തന്നെയാണ്. പവർ ട്രാൻസ്മിഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് കീ. ഇനി അതുകൊണ്ട് തന്നെ അതെന്താണ്? ലൈറ്റ് ഡ്യൂട്ടി പർപ്പസുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സാഡിൽ കീസ് ലൈറ്റ് ഡ്യൂട്ടി പർപ്പസുകൾക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കണം. ഇനി സാഡിൽ കീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് സാഡിൽ കീസും ഹോളോ
സാഡിൽ കീസും. ഫ്ലാറ്റ് സാഡിൽ കീ എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിന്റെ സർഫസിന് ഫ്ലാറ്റ് ആയിട്ടാണ് കീയുടെ സർഫസ് ഉണ്ടാവുക. കീയുടെ ടോപ്പ് സർഫസ് ടാപ്പേർഡ് ആയിരിക്കും, ബോട്ടം സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ച പോലെയാണ് കീ ഉണ്ടാവുക. ടോപ്പ് സർഫസ് ടാപ്പേർഡ് ഫ്ലാറ്റ് സർഫസും ബോട്ടം സർഫസ് ഫ്ലാറ്റ് സർഫസും ആയിരിക്കും. ഇനി അതുപോലെ ഹോളോ സാഡിൽ കീ. ഹോളോ സാഡിൽ കീന്റെ കേസിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഇവിടെ ടോപ്പ് സർഫസ് ടാപ്പേർഡ് ഫ്ലാറ്റ് സർഫസും ബോട്ടം സർഫസ് ഒരു കേർവ്ഡ് സർഫസും ആയിരിക്കും. ബോട്ടം സർഫസ് കേർവ്ഡ് സർഫസും ആയിരിക്കും. അതായത് ഷാഫ്റ്റിന്റെ സർക്കംഫറൻസിൽ ഫിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു കേർവ്ഡ് സർഫസ് ആയിരിക്കും ബോട്ടം സർഫസ് ഉണ്ടാവുക. അപ്പോൾ സാഡിൽ കീസിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് കീ ടാൻജന്റ് കീ. ടാൻജന്റ് കീസ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷാഫ്റ്റിന് ടാൻജൻഷ്യൽ ആയിട്ട് റൈറ്റ് ആംഗിളിൽ ഒരു പെയർ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന കീസാണ് ടാൻജന്റ് കീസ്. ഷാഫ്റ്റിന് ടാൻജന്റ് ആയിട്ട് പെയർ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന കീസാണ് എന്ത്? ടാൻജന്റ് കീസ്. ഇതിൽ ഓരോ കീസും ഓരോ ഡയറക്ഷനിലുള്ള ടോർഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കീസും ഓരോ ഡയറക്ഷനിലുള്ള ടോർഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ് യൂസ് ചെയ്യുന്നത്. ടാൻജന്റ് കീസ് യൂസ് ചെയ്യുന്നത് ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് റൗണ്ട് അല്ലെങ്കിൽ സർക്കുലർ കീസ്. സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കീസാണ് റൗണ്ട് ഓർ സർക്കുലർ കീസ് എന്ന് പറയുന്നത്. ഇതിൽ പകുതി ഷാഫ്റ്റിലും പകുതി ഹബിലുമായിട്ട് ഹോൾ ഡ്രിൽ ചെയ്താണ് കീ ഫിറ്റ് ചെയ്യുന്നത്. പകുതി ഹബിലും പകുതി ഷാഫ്റ്റിലും ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെയാണ് റൗണ്ട് കീ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സാധാരണ ലോവർ പവർ ഡ്രൈവുകൾക്കാണ് കൂടുതലും റൗണ്ട് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോവർ പവർ ഡ്രൈവുകളിൽ. നെക്സ്റ്റ് ടൈപ്പ് കീസ് സ്പ്ലൈൻസ്. ഷാഫ്റ്റിന്റെ സർഫസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടീത്തുകളാണ് സ്പ്ലൈൻസ്. ഇവിടെ കീ ഷാഫ്റ്റിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷാഫ്റ്റും കീയും ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഇത് ഹബിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് കീവയിൽ ഫിറ്റ് ആവുന്ന തരത്തിലാണ് ഉണ്ടാവുക. ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് നമ്മൾ സാധാരണ സിംഗിൾ കീവേനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്ട്രോങ്ങർ ആയിരിക്കും. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് സിംഗിൾ കീവേ ഷാഫ്റ്റുകളെക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ഷാഫ്റ്റുകൾക്ക്, സ്പ്ലൈൻഡ് ഷാഫ്റ്റുകൾക്ക് കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിലും സ്ലൈഡിംഗ് ഗിയർ ട്രാൻസ്മിഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്പ്ലൈൻഡ് ഷാഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിലും സ്ലൈഡിംഗ് ഗിയർ ട്രാൻസ്മിഷനിലുമാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് കീസിൽ വരുന്നത്. ഓരോ ടൈപ്പ് കീസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളും കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കീ. പവർ ട്രാൻസ്മിഷനിൽ രണ്ട് കാരണം കൊണ്ട് കീ ഫെയിൽ ആവാം. ഷിയറിംഗ് കാരണവും ഫെയിൽ ആവാം, ക്രഷിംഗ് കാരണവും ഫെയിൽ ആവാം. കീയിൽ ഷിയറിംഗ് ഫെയിലിയർ ഉണ്ടാവാം, ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാവാം. അപ്പൊ എന്താണ് ഷിയറിംഗ് ഫെയിലിയർ, എന്താണ് ക്രഷിംഗ് ഫെയിലിയർ? നമുക്കറിയാം ഒരു കീയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാഫ്റ്റിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കീയുടെ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കീ ആണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഷാഫ്റ്റിന്റെ പാർട്ടിലും മറ്റൊന്ന് ഹബിന്റെ പാർട്ടിലും. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് കാരണം ഈ കീ രണ്ട് തരത്തിൽ ഫെയിൽ ആവാന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഷിയറിങ്ങും ഒന്ന് ക്രഷിംഗ്. ഷിയറിംഗ് ഫെയിലിയർ എന്ന് വെച്ചാൽ ഈ സർഫസിന് എലോങ് ആയിട്ട് അല്ലെങ്കിൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഇതുപോലെ ഫെയിൽ ആവുന്നതിനെയാണ് നമ്മൾ ഷിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഫെയിലിയർ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി ക്രഷിംഗ് ഫെയിലിയറോ, ഇതുപോലെ ഒരു ഹാഫ്, ആ കീയുടെ ഒരു ഹാഫ് ക്രഷ് ചെയ്തിട്ട് ഫെയിൽ ആവാം. ഇവിടെ എന്തായിരിക്കും? ഒരു ഹാഫ് പോർഷൻ ആയിട്ടായിരിക്കും ഫെയിൽ ആവുന്നത്. അതായത് കീ ക്രഷ് ചെയ്തിട്ടാണ് ഫെയിൽ ആവുന്നത്. അപ്പൊ ഇതാണ് ഷിയറിംഗ് ഫെയിലിയറും ക്രഷിംഗ് ഫെയിലിയറും. സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഫെയിലിയർ ആവുന്നതാണ് ഷിയറിംഗ് ഫെയിലിയർ, സൈഡിൽ ക്രഷ് ആയിട്ട് ഫെയിലിയർ ആവുന്നതാണ് എന്ത്? ക്രഷിംഗ് ഫെയിലിയർ. അപ്പൊ ഇനി നമുക്കറിയാം ഒരു ഷാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കീയുടെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത് അതിന്റെ ടോർക്ക് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റിയാണ്. അതായത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി കീയുടെ ഷിയറിംഗ് സ്ട്രെങ്ത്തും ക്രഷിംഗ് സ്ട്രെങ്ത്തും പറയാൻ വേണ്ടിയിട്ട് ഒരു കീ കൺസിഡർ ചെയ്യുക. അതിന്റെ വിഡ്ത്ത് W ആണ്, തിക്നെസ് T ആണ്, ലെങ്ത് L ആണ്. അതിൽ ടാൻജൻഷ്യൽ ആയിട്ട് F എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് T ആണ്. അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ.
ക്രഷിംഗ് സ്ട്രെസ് ആണ് സിഗ്മ സി. ക്രഷിംഗ് സ്ട്രെസ്സിനെ നമ്മൾ ബിയറിംഗ് സ്ട്രെസ് എന്നുകൂടി പറയാറുണ്ട്. ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ബിയറിംഗ് സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ സി. ഇനി ആദ്യത്തെ കേസിൽ നമ്മൾ ഷിയറിംഗ് ഓഫ് കീ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഷിയറിംഗ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയറിംഗ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് എൽ ആണ് ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയറിംഗ് ഏരിയ എൽ ഇൻറ്റു ഡബ്ല്യു ആയിരിക്കും. ഇനി അതുകൊണ്ട് തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഏരിയ റെസിസ്റ്റിംഗ് ഷിയറിംഗ് ഇൻറ്റു ഷിയർ സ്ട്രെസ്, അതായത് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ആയിരിക്കും. ഇനി നമുക്കറിയാം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ബൈ ടു. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്, ടോർക്ക് എന്ന് പറയുന്നത്. ഇവിടെ എഫിന് പകരം എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ ടു എന്ന് കിട്ടും. ഷിയറിംഗ് ഫെയിലിയറിന്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ ടു. ഇനി നെക്സ്റ്റ് കേസ് ക്രഷിംഗ് ഓഫ് കീ. ഇവിടെ നമുക്കറിയാം ക്രഷിംഗ് ഏരിയ അല്ലെങ്കിൽ ഏരിയ റെസിസ്റ്റിംഗ് ക്രഷിംഗ് എന്തായിരിക്കും, ഈ തിക്നെസിന്റെ പകുതി, അതായത് ടി ബൈ ടു ഇൻറ്റു ലെങ്ത് ആയിരിക്കും ഏരിയ റെസിസ്റ്റിംഗ് ക്രഷിംഗ്. അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും, ക്രഷിംഗ് ഏരിയ ഇൻറ്റു ക്രഷിംഗ് സ്ട്രെസ്, അതായത് എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിഗ്മ സി. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിഗ്മ സി ഇൻറ്റു ഡി ബൈ ടു എന്ന് കിട്ടും. ക്രഷിംഗ് ഫെയിലിയറിന്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിഗ്മ സി ഇൻറ്റു ഡി ബൈ ടു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കീ ഷിയറിംഗിലും സ്ട്രെസ്സിങ്ങിലും ഈക്വലി സ്ട്രോങ് ആവാനുള്ള കണ്ടീഷനാണ്. ഇഫ് എ കീ ഈസ് ഈക്വലി സ്ട്രോങ് ഇൻ ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ്, ഒരു കീ ഷിയറിംഗിലും ക്രഷിംഗിലും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് കേസിലുള്ള ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കേസിലുള്ള ടോർക്ക് ട്രാൻസ്മിറ്റഡ് നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ പറഞ്ഞു. അങ്ങനെ ആ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ നമുക്കൊരു കണ്ടീഷൻ കിട്ടും, ക്രഷിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വിഡ്ത്ത് ഓഫ് കീ ബൈ തിക്നെസ് ഓഫ് കീ. ഇതാണ് ഒരു കീ ഷിയറിംഗിലും ക്രഷിംഗിലും ഈക്വലി സ്ട്രോങ് ആവാനുള്ള കണ്ടീഷൻ. സിഗ്മ സി ബൈ ടോ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡബ്ല്യു ബൈ ടി. ഇനി ഒരു റെക്ടാങ്കുലർ കീയുടെ കേസ് കൺസിഡർ ചെയ്യുക. അവിടെ സിഗ്മ ബൈ ടോ റേഷ്യോ ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് കിട്ടും. റെക്ടാങ്കുലർ കീന്റെ കേസിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഷിയറിംഗ് സ്ട്രെസ് ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഒരു സ്ക്വയർ കീയുടെ കേസിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഷിയർ സ്ട്രെസ്. റെക്ടാങ്കുലർ കീയുടെ കേസിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഷിയർ സ്ട്രെസ്. സ്ക്വയർ കീയുടെ കേസിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഷിയർ സ്ട്രെസ്. ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കണം, ഒരു കീ ഷിയറിംഗിലും ക്രഷിംഗിലും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ അതിന് വേണ്ട കണ്ടീഷൻ എന്താണ്, സിഗ്മ സി ബൈ ടോ ഈസ് ഈക്വൽ ടു 2w ബൈ ടി. ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് കീ. കീയും ഷാഫ്റ്റും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ലെങ്ത് ഓഫ് കീയുടെ ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു 1.571 ഡി ആയിരിക്കും. ലെങ്ത് ഓഫ് കീ എൽ ഈസ് ഈക്വൽ ടു 1.571 ഡി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കീയിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കപ്ലിങ്സ്. എന്താ കപ്ലിങ്? രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെഷീൻ എലിമെന്റ് ആണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ടോർക്ക് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെഷീൻ എലിമെന്റ് ആണ് എന്ത്, കപ്ലിംഗ്. ഈ മോട്ടറിന്റെയും പമ്പിന്റെയും ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുന്ന ഈ ഒരു എലിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി കപ്ലിംഗിന്റെ പർപ്പസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ, ജോയിനിങ് മിസ്അലൈൻഡ് ഷാഫ്റ്റ്, റെഡ്യൂസ്ഡ് ഷോക്ക് വയലേഷൻ, ഈസി ടു അസംബിൾ ആൻഡ് ഡിഅസംബിൾ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കപ്ലിംഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ്. കപ്ലിംഗിനെ റിജിഡ് കപ്ലിംഗ് എന്നും ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തേത് റിജിഡ് കപ്ലിംഗ്. രണ്ട് പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് റിജിഡ് കപ്ലിംഗ്. രണ്ട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെയാണ് റിജിഡ് കപ്ലിംഗ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് മോട്ടോർ പമ്പ് സെറ്റ്, മോട്ടോർ ഗിയർ ബോക്സ്, ടർബൈൻ ജനറേറ്റർ, ഇതുപോലെയുള്ള കേസുകളിലൊക്കെയാണ് റിജിഡ് കപ്ലിംഗ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ റിജിഡ് കപ്ലിംഗിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്,
പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് എന്ത്? റിജിഡ് കപ്ലിംഗ്. ഇനി ഈ റിജിഡ് കപ്ലിങ്ങിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ്, ക്ലാമ്പ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ഓർ കംപ്രഷൻ കപ്ലിംഗ്, തേർഡ് വൺ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. സ്ലീവ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്ലിംഗ്, ക്ലാമ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്, ഇത്രയും ടൈപ്പായിട്ട് റിജിഡ് കപ്ലിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈപ്പ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ലേറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ലേറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻഡ് ഷാഫ്റ്റുകളെയാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് IC എഞ്ചിൻ, അതുപോലെ IC എഞ്ചിൻ ഗിയർ ബോക്സ്, ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഇതിൽ 3 ടൈപ്പ് ഉണ്ട്: ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ് ഹാം കപ്ലിംഗ്. ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ് ആൻഡ് ഓൾഡ് ഹാം കപ്ലിംഗ്. ഇവിടെ ഈ കപ്ലിംഗിന്റെ കേസിൽ ഓരോ ടൈപ്പ് കപ്ലിംഗും തന്നിട്ട് അത് റിജിഡ് കപ്ലിംഗ് ആണോ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ ടൈപ്പ് കപ്ലിംഗും ഏതിന്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് എന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ റിജിഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് മിസ്അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പോയിന്റും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് റിജിഡ് കപ്ലിംഗ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തേത് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ്, സ്ലീവ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്ലിംഗ്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് റിജിഡ് കപ്ലിംഗ് ആണ് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ഹോളോ സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിന്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിന്റെ സെയിം ഡയമീറ്റർ ആയിരിക്കും. ഈ ഒരു ഹോളോ സിലിണ്ടറിന്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിന്റെ സെയിം ഡയമീറ്റർ ആയിരിക്കും. ഈ ഒരു ഹോളോ സിലിണ്ടറിനെയാണ് നമ്മൾ മഫ് അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത്. ഈ സ്ലീവിന്റെ 2 എൻഡിലും കണക്ട് ചെയ്യേണ്ട 2 ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്ത് അത് ഫൈനലി ഒരു ഗിബ്ബേർഡ് കീ വെച്ചിട്ട് ഹബിലേക്ക് അല്ലെങ്കിൽ സ്ലീവിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ എക്സാമിന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഡയമീറ്റർ ഓഫ് സ്ലീവ്. ഈ ഒരു സ്ലീവിന്റെ ഡയമീറ്റർ 2D + 13 mm ആയിരിക്കും. 2 × ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് + 13 mm ആയിരിക്കും ഈ സ്ലീവിന്റെ ഡയമീറ്റർ. അതുപോലെ ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു 3.5D. ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു 3.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഈ 2 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയമീറ്റർ ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു 2D + 13 mm. ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു 3.5D. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് റിജിഡ് കപ്ലിംഗ്, ക്ലാമ്പ് കപ്ലിംഗ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ഓർ കംപ്രഷൻ കപ്ലിംഗ്. ഈ 3 പേരിലും പറയാറുണ്ട്. ക്ലാമ്പ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ്. ഈ ടൈപ്പ് കപ്ലിംഗ്സിൽ സ്ലീവ് അല്ലെങ്കിൽ മഫ് 2 ഹാഫുകളായിട്ടാണ് ഉണ്ടാവുക. സെമി സിലിണ്ടറിക്കൽ ഷേപ്പുള്ള 2 ഹാഫുകളായിട്ടാണ് ഉണ്ടാവുക. ഈ ഹാഫുകളെ ജോയിൻ ചെയ്യുന്നത് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ്. നട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ് ഈ ഹാഫുകളെ ജോയിൻ ചെയ്യുന്നത്. അതായത് സ്ലീവിന്റെ ലോവർ പാർട്ടിൽ കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ ഫിക്സ് ചെയ്തതിനു ശേഷം അപ്പർ പാർട്ട് നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഹെവി ഡ്യൂട്ടി മോഡറേറ്റ് സ്പീഡ്സിൽ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ്. ഹെവി ഡ്യൂട്ടി മോഡറേറ്റ് സ്പീഡ്സിൽ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ക്ലാമ്പ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ്. ഇനി ഡയമീറ്റർ ഓഫ് സ്ലീവ് നേരത്തെ പറഞ്ഞ മഫ് കപ്ലിംഗിന്റെ സെയിം തന്നെയാണ്, 2D + 13 mm. അതുപോലെ ലെങ്ത് ഓഫ് സ്ലീവ് 3.5D. ഡയമീറ്റർ ഓഫ് സ്ലീവ് 2.D + 13 mm ആണ്. ലെങ്ത് ഓഫ് സ്ലീവ് 3.5D mm ആണ്. അപ്പോ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗിൽ സ്ലീവ് അല്ലെങ്കിൽ മഫ് 2 സെമി സിലിണ്ടറിക്കൽ പാർട്ടുകളായിട്ടാണ് ഉണ്ടാവുക എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് റിജിഡ് കപ്ലിംഗ്, ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗിൽ ഈ ഫിഗറിൽ കാണിച്ച പോലെ 2 ഫ്ലാഞ്ചസ് ആണ് ഉണ്ടാവുക. ഈ ഫ്ലാഞ്ചസ് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കീ വെച്ചിട്ടാണ് ഫ്ലാഞ്ചസ് ഷാഫ്റ്റിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ്. നട്ട് ആൻഡ് ബോൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ എക്സാമിന് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഡയമെൻഷൻസ് മനസ്സിലാക്കാനുണ്ട്. ഈ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗിന്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത്. ഈ ഒരു ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ഫ്ലാഞ്ച്. ഇനി ഷാഫ്റ്റിന്റെ ഡയമീറ്റർ D ആണെങ്കിൽ ഹബിന്റെ ഡയമീറ്റർ 2D ആയിരിക്കണം. 2 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗിൽ ഹബിന്റെ
ഡയമീറ്റർ. അതുപോലെ ലെങ്ത് ഓഫ് ഹബ്ബ് 1.5 ടൈംസ് ഡി ആയിരിക്കും. ഹബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ടൈംസ് ഡി ആയിരിക്കും. ഓരോ ഫ്ലാഞ്ചിലെയും ഹബിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1.5 ടൈംസ് ഡി. അതുപോലെ തന്നെ പിച്ച് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. 3D ആണ് പിച്ച് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അതായത് ബോൾട്ടിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ഡയമീറ്റർ അതാണ് പിച്ച് ഡയമീറ്റർ ഓഫ് ബോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അതുപോലെ ഫ്ലാഞ്ചിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 4D. ഫ്ലാഞ്ചിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 4D. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, ഓരോ ഫ്ലാഞ്ചിന്റെയും തിക്നെസ് 0.5D ആയിരിക്കും. ഇത്രയും ഡയമെൻഷൻസ് നമ്മൾ ഇവിടെ എക്സാമിന് ഓർത്ത് വെക്കണം. ഹബ് ഡയമീറ്റർ 2D, ലെങ്ത് ഓഫ് ഹബ് 1.5D, പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് 3D, ഫ്ലാഞ്ച് ഔട്ട്സൈഡ് ഡയമീറ്റർ 4D, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 0.5D. ഇനി ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഇൻ ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടിന്റെ എണ്ണം. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 40 mm വരെയാണെങ്കിൽ ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ 3 ബോൾട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 40 to up to 100 mm വരെയാണെങ്കിൽ 4 ബോൾട്ടാണ് യൂസ് ചെയ്യുക. 100 mm to up to 180 mm വരെയാണെങ്കിൽ 6 ബോൾട്ടാണ് യൂസ് ചെയ്യുക. അപ് ടു 40 mm വരെ 3 ബോൾട്ട്, അപ് ടു 100 mm വരെ 4 ബോൾട്ട്, അപ് ടു 180 mm വരെ 6 ബോൾട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ഇത് ക്വസ്റ്റ്യൻ വരിക ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഇത്ര mm ആണ്, അങ്ങനെയാണെങ്കിൽ എത്ര ബോൾട്ടുകൾ ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ യൂസ് ചെയ്യുമെന്നാണ്. അതായത് ഇപ്പം ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഒരു 50 mm ആണെങ്കിൽ ഫ്ലാഞ്ചഡ് കപ്ലിംഗിലുള്ള നമ്പർ ഓഫ് ബോൾട്ട് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ് ടു 100 mm വരെ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ് ടു 40 mm 3 ബോൾട്ടുകൾ, അപ് ടു 100 mm 4 ബോൾട്ടുകൾ, അപ് ടു 180 mm 6 ബോൾട്ടുകൾ. ഇനി ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചഡ് കപ്ലിംഗും ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചഡ് കപ്ലിംഗും ഉണ്ട്. അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്, പ്രൊട്ടക്റ്റഡ് ടൈപ്പാണ് ഇത്. ഇതുപോലെ നട്ടിനെയും ബോൾട്ടിനെയും കവർ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫ്ലാഞ്ചഡ് കപ്ലിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ഫ്ലാഞ്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.25D ആണ്. അതായത് ഈ ഒരു തിക്നെസ് എത്രയാണ്? 0.25D. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗിന്റെ കേസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. എന്തായിരുന്നു ഫ്ലെക്സിബിൾ കപ്ലിംഗ്? ലാറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ ആംഗുലർ ആയിട്ട് മിസ്അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കപ്ലിംഗ്. മിസ്അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബുഷ് ടു പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ബുഷ് ടു പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഫ്ലാഞ്ചഡ് കപ്ലിംഗിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് കപ്ലിംഗ് ആണ്. പക്ഷെ ഇവിടെ കപ്ലിങ്ങുകളിൽ ഫ്ലാഞ്ചസിനെ കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് പിൻസ് യൂസ് ചെയ്തിട്ടാണ്. ബോൾട്ട് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിലെ ബോൾട്ടിന് സിമിലർ ആയിട്ട് തന്നെ കണക്റ്റിംഗ് പിൻസ് വെച്ചിട്ടാണ് ഇവിടെ ഫ്ലാഞ്ചസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കണക്റ്റിംഗ് പിൻസിന്റെ ഔട്ടറിൽ ബുഷസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ബുഷസ് ആണ് ആ ഷാഫ്റ്റിന്റെ സ്ലൈറ്റ് മിസ്അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കണക്റ്റിംഗ് പിന്നിന്റെ ഔട്ട്സൈഡിൽ കൊടുത്തിരിക്കുന്ന ബുഷസ് കാരണം ഇതിന് ഷാഫ്റ്റിന്റെ സ്മോൾ മിസ്അലൈൻമെന്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ട് ഫ്ലാഞ്ചസുകൾ തമ്മിൽ ഒരു 5 mm ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ലാഞ്ചസുകൾ തമ്മിൽ ഒരു 5 mm ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നതാണ് ബുഷ് ടു പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഫ്ലാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന പിന്നിന് ഔട്ടർ സൈഡിൽ ബുഷസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ബുഷസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന് ഷാഫ്റ്റിന്റെ സ്ലൈറ്റ് മിസ്അലൈൻമെന്റ്സ് ഒക്കെ കെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്ലിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. യൂണിവേഴ്സൽ കപ്ലിംഗ് ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ്. ഇത് തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് എന്ത്? യൂണിവേഴ്സൽ കപ്ലിംഗ്. ഈ കാണിച്ചിരിക്കുന്നതാണ് യൂണിവേഴ്സൽ കപ്ലിംഗ്. വെഹിക്കിൾസിലൊക്കെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ കപ്ലിംഗ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഓൾഡ് ഹാൻഡ് കപ്ലിംഗ്.
വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ് ഓൾഡ് ഹാം കപ്ലിംഗ്. ഒരേ ലൈനിലല്ലാത്ത രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് ഹാം കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് എന്ത്? ഓൾഡ് ഹാം കപ്ലിംഗ്. എപ്പോഴും ക്വസ്റ്റ്യനിൽ അതാണ് വരാറുള്ളത്, പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ഓൾഡ് ഹാം കപ്ലിംഗ്. ഈ ഓൾഡ് ഹാം കപ്ലിംഗിന് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ലോട്ടുകളുള്ള രണ്ട് എൻഡ് ഫ്ലാഞ്ചും ഒരു സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കും ആണ് ഉണ്ടാവുക. ഈ സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കിൽ റൈറ്റ് ആംഗിളിൽ ഇതുപോലെയുള്ള റെക്ടാംഗിൾ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ടങ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിളിൽ രണ്ട് ടങ്സ് ഉണ്ടാവും സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കിൽ. ഈ ടങ്സ് നമ്മുടെ ഫ്ലാഞ്ചസിന്റെ സ്ലോട്ടുകളിലാണ് ഫിറ്റ് ആയിട്ടിരിക്കുക. ഈ സ്ലോട്ടുകളിലൂടെ ഈ ടങ്സിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഷാഫ്റ്റിന്റെ മിസ്അലൈൻമെന്റ്സ് അനുസരിച്ചിട്ട് ഈ സ്ലോട്ടിലൂടെ ടങ്സിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് മിസ്അലൈൻമെന്റ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ഹാം കപ്ലിംഗിന്റെ കേസിൽ ഓർത്തു വെക്കേണ്ട കാര്യം, രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ് ഓൾഡ് ഹാം കപ്ലിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കീസ് ആൻഡ് കപ്ലിംഗ് എന്നുള്ള ടോപ്പിക് ഇന്ന് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.